ഡേ 1 എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ബൈക്കിൽ ലോങ് ട്രിപ്പ് പോകണമെന്ന്. പക്ഷേ ജീവിതത്തിലെ തിരക്ക് കാരണം പല പല സാഹചര്യം കൊണ്ടും അത് സാധിച്ചില്ല. എന്നാൽ ഇപ്പോഴാണ് ആ സാഹചര്യം അനുകൂലമായത്. അങ്ങനെ ഞങ്ങൾ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി. കുട്ടിക്കാനം എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു, കൂടെ മൂടൽമഞ്ഞും. കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇടയ്ക്ക് അവിടെ നിന്നായിട്ടാണ് ഞങ്ങൾ പോയത്. എനിക്ക് കുഞ്ഞിലെ മുതൽ ബൈക്കിൽ പോകുന്നത് ഇഷ്ടമാണ്. അങ്ങനെ വൈകുന്നേരം ഒരു 5 മണിയോടെ തഞ്ചാവൂരിലെത്തി. തഞ്ചാവൂരിൽ നേരെ തിരിച്ചാട്ടോ. അത്യാവശ്യം നല്ല ചൂടായിരുന്നു, എന്നാലും കാറ്റുള്ളത് കൊണ്ട് നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് നല്ലൊരു വൃത്തിയുള്ള ഒരു ലോഡ്ജിൽ റൂം എടുത്തു. കുറച്ചു നേരം യാത്രാ ക്ഷീണമൊക്കെ മാറ്റി ഞങ്ങൾ നേരെ പോയത് തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ അല്ലെങ്കിൽ ബൃഹദേശ്വർ ടെമ്പിൾ എന്നറിയുന്ന അമ്പലത്തിലേക്കാണ്. ഈ അമ്പലത്തിന്റെ ഭംഗി പകലിനേക്കാളും കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ രാത്രി സമയങ്ങളിലാട്ടോ. അവിടുത്തെ ലൈറ്റിങ്ങും അതിനേക്കാളും നല്ല കാറ്റാ. നമുക്ക് ശരിക്കും അവിടെ ചെന്ന് നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറി തൊഴുതു. അങ്ങനെ വെളിയിൽ ചുമ്മാ ചുറ്റി അത് നടക്കുമ്പോഴാണ് ഞാനൊരു അമ്മൂമ്മയും അപ്പൂപ്പനെയും കാണുന്നത്. ശരിക്കും അവരുടെ ബോണ്ടിങ്ങും അവർ പരസ്പരമുള്ള കെയറിങ് കണ്ടപ്പോൾ ശരിക്കും നമുക്കൊരു അസൂയ തോന്നും. എനിക്കും അമ്പലം ഒരുപാട് ഓർമ്മകളുള്ളൊരു സ്ഥലം കേട്ടോ ഈ അമ്പലം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായ A2Bയിലാണ്, അടയാറാനന്ദഭവൻ. പിന്നെ ഞങ്ങൾ മുറിയിൽ പോയി റെസ്റ്റ് എടുത്തു. രാവിലെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് തന്നെ തിരിച്ചു വന്നത്. രാത്രി സമയം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റില്ലല്ലോ. അമ്പലത്തിലൊന്ന് തൊഴുത് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് വീണ്ടും അവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ അമലിനെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാൻ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് തൊട്ടടുത്തേ ഒരു ബേർഡ്സ് പാർക്ക് ഉണ്ട്. നിങ്ങൾ പോകുമ്പോൾ ഇതും കൂടെ വിസിറ്റ് ചെയ്യണം കേട്ടോ. നല്ലൊരു സ്ഥലമാണ്, നല്ല വൃത്തിയും ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ബേർഡ്സിൻ്റെ ഒക്കെ ആയിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാം. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അന്ന് പോരാന്നാണ് കരുതിയത്. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. ആ ട്വിസ്റ്റ് എന്താണെന്നറിയാൻ നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. ബൈ.